ഇത്രയും വലിയൊരു ഇസ്ലാമോഫോബിയ എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത്? അത് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ അത് കൂടുതലും കാണുന്നത് കേരളത്തിൽ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭമൊക്കെ നമുക്കറിയാം. ഈ മലയാളി മെമ്മോറിയലും ഇതെല്ലാം വന്നതിന് ശേഷം 1930-കളിൽ നിവർത്തന പ്രക്ഷോഭം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു സംഘടിത പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടത്തുന്ന മൂന്ന് വിഭാഗങ്ങളായിരുന്നു. ഉം, അതിനകത്ത് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈഴവരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഉം, അവരാണ് 1937 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവിലോട്ട് നടന്ന ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു കൊലീഷനാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു സാമുദായിക മൈത്രിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമീപകാല ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ദേശമായിരുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈഴവരും കൂടെയാണ് ആ നിവർത്തന പ്രക്ഷോഭത്തിൽ, പ്രത്യേകിച്ച് സർസിബിക്കെതിരെയുള്ള മുന്നേറ്റങ്ങളെല്ലാം ശക്തമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പക്ഷെ അതിനകത്ത് പിൽക്കാലത്ത് ഈ ക്രൈസ്തവ സമൂഹത്തിനകത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു സാമുദായികമായിട്ടുള്ള ഒരു വികാസം കൊണ്ടുവരികയാണ്. അതൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നിന്ന് മാറി ഉം, ഈ അധികാരവും ഇപ്പം നമ്മുടെ മിഷണറിമാർ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം കോഴകൾ മേടിച്ചിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട് മാറുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ സമുദായത്തിന്റെയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സ്ഥാപനങ്ങളായിട്ട് മാറുന്നു. കേരളത്തിൽ ഇത് നമ്മൾ മിഷണറിമാർ കൊണ്ടുവരുന്നത്, ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് എല്ലാ സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ അതിനെ ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് എല്ലാ സ്ഥാപനങ്ങളും, ആശുപത്രികൾ ഇല്ലേ, ഇന്ന് ആശുപത്രികളെല്ലാം തന്നെ കൊള്ളലാഭം ഉണ്ടാകുന്ന സംഭവങ്ങളായിട്ട് മാറുന്നു. ഏതെങ്കിലും ദരിദ്രർക്ക് നമ്മുടെ ക്രൈസ്തവ ആശുപത്രികൾ സ്വീകാര്യമാണ്. എന്നാൽ നിങ്ങളൊന്ന് കേരളത്തിലൂടെ യാത്ര ചെയ്ത് നോക്കൂ, ഒരുപാട് മിഷണറി ഹോസ്പിറ്റലുകൾ നിങ്ങൾ കാണും. അവയെല്ലാം ഒന്നില്ലെങ്കിൽ വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ അവയെല്ലാം നാശത്തിന്റെ വക്കിലവുമാണ്. എന്നാൽ സഭ ബിസിനസ്സുകൾ കേന്ദ്രീകരിക്കുന്നവർ, ഞാൻ അടച്ചാക്ഷേപിച്ചു പറയും, ഞാൻ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷൻ ഇരിക്കുന്ന ആളാണ്. ഞാൻ അടച്ചാക്ഷേപിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ആതുരാലയങ്ങളെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൊണ്ടുവരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ സഭയിലെ ജനങ്ങൾക്ക് പേരിൽ അവർക്ക് വിദേശത്ത് നിന്നുള്ള സപ്പോർട്ടുകൾ ലഭിക്കുന്നു. അത് എന്തിനാണ് ഈ വിദേശത്തു നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്നത്? അവിടെയുള്ള മനുഷ്യർ, നമ്മളെ പോലെയുള്ള അധ്യാപകരോ സാധാരണ മനുഷ്യരോ, അവരുടെ തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ ദശാംശം, അത് ഇവിടെയുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങളുടെ സാമൂഹ്യ വിമോചനത്തിന് വേണ്ടിയിട്ട് അവർ നൽകുന്ന സംഭാവനകളാണ്. പറഞ്ഞു മനസ്സിലായി? അതാണ് നമുക്ക് ഈ പറയുന്ന പല FCRA വഴിയിട്ടും ഇവിടെ എത്തുന്നത്. അത്തരം പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരിവിടെ ബിസിനസ് സാമ്രാജ്യങ്ങളാണ് കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെല്ലാം സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് എന്തു വേണം? ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തിന്റെ സപ്പോർട്ട് വേണം, അല്ലേ? ഭരണകൂടത്തിന്റെ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ പ്രബല സമുദായങ്ങളുടെ ഇത്രയും കാഴ്ചപ്പാടുകളുള്ള സഭകളുടെയോ സമുദായങ്ങളുടെയോ മെത്രാന്മാരുടെയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന നെക്സസ് ആണ് വാസ്തവത്തിൽ ഈ പറയുന്ന ക്രിസംഖ്യവൽക്കരണം എന്ന് പറയുന്നത്. അതൊരു അവര് നമ്മൾ പറയുമല്ലോ, തീക്കൊള്ളി കൊണ്ട് പുറം ചൊറിയുകയാണെന്നുള്ളത്. തീക്കൊള്ളി കൊണ്ട് പുറം ചൊറിയുകയാണ്. അവര് ലെജിറ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എന്താ പറയുന്നത് ഒരു ഭൂമികയിലാണ് വാസ്തവത്തിൽ സംഘപരിവാർ നമ്മുടെ കേരളത്തിലും വളരെ ആഴത്തിൽ വേരോടിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് ഇസ്ലാമോഫോബിയ പടർത്തുക എന്ന് പറയുന്നത്. അതിന് മറ്റൊരു അപകടകരമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്റ്റീൻ സംഘർഷ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ കോണ്ടസ്റ്റ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇനിയും കേരളം വളരെ സജീവം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനകത്തെ പുരോഗമന ചേരികൾ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഈ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ. നമ്മളിവിടെ ആളുകൾ എടുക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്രായേൽ, ഈ ബിബ്ലിക്കൽ ഇസ്രായേലും ഈ സയനിസ്റ്റുകളും ഒന്നാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലോട്ട് കേരളത്തിൽ. അത് നമ്മുടെ ഈ വൈദികരും ദൈവശാസ്ത്രജ്ഞന്മാരും ചെയ്തൊരു അപകടകരമാണ്. കാരണം പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവശാസ്ത്രം നന്നായിട്ട് പഠിച്ചിട്ട് പ്രസംഗിക്കണം. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഓരോ വാക്കുകളും അത് വേദപുസ്തകത്തിൽ ജനങ്ങളെ വീണ്ടെടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ അല്ലെന്നും, അത് ഇവിടുത്തെ ഹിന്ദുത്വ ഫോഴ്സ് പോലെയുള്ള ഒരു സയനിസ്റ്റ് ദേശീയതയാണെന്നും നമ്മുടെ പലപ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം പരാജയപ്പെട്ടു പോയി. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പോലെയുള്ള വലിയ അന്തർദേശീയ എക്യുമെനിക്കൽ ബോഡികളും എല്ലാം, ഈവൻ കത്തോലിക്ക സഭയിലെ വത്തിക്കാൻ പോലും ഈ പ്രശ്നത്തിലെടുത്ത നിലപാട് എന്താ? സയനിസ്റ്റുകൾക്ക് അനുകൂലമാണ്. നമ്മുടെ സാക്ഷാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ തലേന്ന് ഈസ്റ്റർ ഞായറാഴ്ച ആയിരുന്നല്ലോ,
ആ ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം പ്രസംഗിക്കുന്ന അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും ഗാസയെ ഓർത്ത് ഗാസയിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ ദിഷ്ണാശാലികളായ ക്രൈസ്തവർ, പുരോഗമന ചേരിയിലുള്ള ക്രൈസ്തവർ ലോകമെമ്പാടും ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ വളരെ ഒരു പലസ്തീനിലെ കൂട്ടക്കൊലയ്ക്കെതിരെ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ കെയ്റോസ് പാലസ്തീൻ ഡോക്യുമെന്റ് നോക്കണം, അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. കെയ്റോസ് പാലസ്തീൻ ഡോക്യുമെന്റ് ഇന്ത്യയിലുണ്ട്. കെയ്റോസ് പാലസ്തീൻ ഇന്ത്യ കളക്റ്റീവ് ഉണ്ട്. ഞങ്ങളടക്കമുള്ള നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള സംഘങ്ങൾ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള സംഘങ്ങൾ അതിന്റെ ഭാഗമാണ്. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ദൈവത്തിന്റെ പുരുഷാരത്തെയാണ് ആക്രമിക്കുന്നതെന്നുള്ള ഒരു പ്രൊപ്പഗണ്ട ആരെവിടെ പ്രചരിപ്പിക്കുന്നത്? ഇവിടുത്തെ വിഡ്ഢികളായിട്ടുള്ള ചില ക്രൈസ്തവര് അതിനൊരു തിയോളജിക്കലി ചില പ്രചരണങ്ങളും ഇവിടെ നടക്കുവാണ്. അത് വാസ്തവത്തിൽ ഈ ബിബ്ലിക്കൽ ഇസ്രായേലിന്റെയും സയനിസത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അപകടകരമായ ആഖ്യാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇസ്രായേലിനെ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പിന്തുണയ്ക്കുമ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന എല്ലാവരും ക്രൈസ്തവരെ സംരക്ഷിക്കണമെന്നുള്ള ഇക്വേഷൻ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ശത്രുക്കൾ ആരാണ്? ഇസ്രായേലുമായിട്ട് പാലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ സ്വാഭാവികമായ ശത്രുക്കൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. പറഞ്ഞു മനസ്സിലായി? അവിടെ ഒരു തിയോളജിക്കൽ നരേറ്റീവ് കൊണ്ടുവരികയാണ്. അപ്പൊ മറുവശത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലവ് ജിഹാദ് പോലെയുള്ള കലർപ്പുണ്ടാകാതിരിക്കാനായിട്ടുള്ള നിങ്ങൾ ഈ ലവ് ജിഹാദ് മാത്രമല്ല കേട്ടോ, മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ പള്ളിക്കകത്ത് തന്നെയുള്ള വിഭാഗങ്ങളുമായിട്ട് വിവാഹത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക. പറഞ്ഞു മനസ്സിലായാലും അതുകൊണ്ട് ഈ സെപ്പറേറ്റ് പള്ളികളൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കില്ല. അണ്ടനും അടകോടൻ എന്നൊക്കെ പറയുന്നത് ചർച്ചിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പിന്നോക്കനെയോ ദലിതനെയോ ഒക്കെ കല്യാണം കഴിച്ചു പോകുന്നത് പോലുള്ള സംവിധാനങ്ങൾ പള്ളിയിലുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടാണല്ലോ മുസ്ലിങ്ങൾ വരുന്നത്. അത് ഇച്ചിരൂടെ പുറത്തോട്ട് വന്നതേ ഉള്ളൂ ലവ് ജിഹാദ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഈ ഒരു ശുദ്ധരക്തവാദത്തെ കലർപ്പില്ലാതാക്കാനായിട്ടുള്ള എല്ലാ ജാതി സമവാക്യങ്ങളും സ്ട്രക്ചേഴ്സും പള്ളിക്കകത്തുണ്ട്. അതുകൊണ്ട് ഇവര് പറയുമല്ലോ കലർപ്പില്ലാത്ത സ്നേഹമാണല്ലോ പ്രസംഗിക്കുന്നത്. അത് വളരെ ശരിയാണ്. കലർപ്പില്ലാത്ത സ്നേഹം ജാതി വ്യവസ്ഥയുടെ സ്നേഹമാണ്. നമ്മൾ പ്രഘോഷിക്കേണ്ടത്, ഈ രാജ്യത്ത് ലോകത്ത് പ്രഘോഷിക്കേണ്ടത് കലർപ്പുള്ള സ്നേഹമാണ്. നമ്മൾ തന്നെ പറയും കലർപ്പില്ലാത്ത സ്നേഹം ഹിന്ദുത്വയുടെ സ്നേഹമാണ്, ജാതി വ്യവസ്ഥയുടെ സ്നേഹമാണ്. ജനങ്ങൾ തമ്മിൽ കലരട്ടെ. അതുകൊണ്ട് കലർപ്പുള്ള ഒരു സ്നേഹമാണ് ക്രൈസ്തവ സ്നേഹം പറയുന്നത്. എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടും കലർപ്പ് വരട്ടെ. ആ കലർപ്പ് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ത്രീകളെ വരുതിയിൽ നിർത്തുക, ഇസ്ലാമോഫോബിയ വരുത്തുക, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തെ അവർക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുക, ഹിന്ദുത്വത്തെ ന്യായീകരിക്കുക. ഇങ്ങനെ വളരെ വലിയ, ഞാൻ ഈ പ്രശ്നത്തിൽ ആകെ കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ക്രൈസ്തവ സഭയെ ഒരു വിമർശന വിധേയമാക്കിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അത് പറയാൻ കാരണം ഇങ്ങനെ ക്രൈസ്തവ സഭ ജാഗ്രതയില്ലാതെ സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തി ചെയ്ത ഒരു ഭൂമികയിലാണ് വാസ്തവത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ അതിന്റെ വേരോട്ടം ശക്തമാക്കുന്നതും ഞെളിഞ്ഞു നിൽക്കുന്നതും. ഇപ്പോ ഈ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഗസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ പുരാതന ക്രിസ്ത്യൻ പള്ളികളും ഗ്രാമങ്ങളൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ കേരളത്തില് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും കാണാറില്ല. പക്ഷെ മുസ്ലിങ്ങൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നതും കാണുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ ബിബ്ലിക്കൽ ഇസ്രായേലും സയനിസ്റ്റ് ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം എന്ന്, അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. അറിഞ്ഞുകൊണ്ട് ഉറക്കം നടിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്താണ് ഈ വ്യത്യാസം രണ്ട് ഇസ്രായേലും തമ്മിൽ? ഈ ദൈവശാസ്ത്രപരമായിട്ട് വേദപുസ്തകം ഇപ്പൊ അതൊരു എബ്രായ ഫിലോസഫിയിൽ കേന്ദ്രീകരിച്ചാണ് വേദപുസ്തകത്തിന്റെ ചിന്തകൾ തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഈ എബ്രായ ചിന്തയില് ഈ പറയുന്ന ഒരു വിഭാഗ്യത, പ്രകൃതിയും മനുഷ്യനും എല്ലാം ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വേദപുസ്തകത്തിന്റെ ചരിത്ര സന്ദർഭം നടക്കുന്നത് നമ്മൾ അന്ന് വേദപുസ്തകത്തിൽ പറയുന്ന ഇസ്രായേൽ ഒരു ജനതയാണ്. ഇറ്റ് ഈസ് നോട്ട് എ നേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാലോ അതൊക്കെ എന്നാ ഉണ്ടായെന്നുള്ളത്. അതൊരു ജനതയാണ്. അപ്പോൾ ഓരോ വിശ്വാസവും, ലോകത്തിലെ ബുദ്ധമതമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും ഏതെങ്കിലും ജനതകളുടെ മധ്യയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവരുടെ ഇച്ഛകളും അഭിവാഞ്ചകളും എല്ലാം അതിനെ സ്വാധീനിക്കുക എളുപ്പമാണ്. എന്നാൽ ആ ദർശനം എന്താണ് ലോകത്തോട് പറയുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്ത് അന്നത്തെ വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്ന ജനതതി, അതിൽ തന്നെ നിരവധിയായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളുണ്ട്. ദ ട്രൈബ്സ് ഓഫ് യാഹ്വേ എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്. അതിനകത്ത് തന്നെ 100 കണക്കിന് ഗോത്ര സമൂഹങ്ങളുണ്ട്.
ആ ഗോത്ര സമൂഹങ്ങൾ എല്ലാത്തിന്റെയും ആകത്തുകയാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വംശത്തിന്റെ ചരിത്രമല്ല. അത് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയുടെ ഭൗമ പ്രദേശത്തിന്റെ ചരിത്രമല്ല. വേദപുസ്തകം എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി പോലും നിലനിൽക്കുന്ന, നമ്മൾ നോക്കൂ, വേദപുസ്തകത്തിലെ എന്താണ് അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്, അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് അയക്കപ്പെട്ട ആളാണ്. ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്ന് ഈ മിഷൻ എന്ന് പറയുന്ന വാക്ക്, നമ്മൾ ഈ മിഷണറി പ്രവർത്തനമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. മിഷൻ എന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറഞ്ഞാൽ അയക്കപ്പെടേണ്ടതെന്നുള്ളതാണ്. നൊമാഡുകളാണ് വാസ്തവത്തിൽ വിശ്വാസികൾ, മിഷണറി പ്രവർത്തനങ്ങൾ. അബ്രഹാം ഒരു സഞ്ചരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ജനതതികൾ എന്ന നിലയിൽ അവർ സഞ്ചരിക്കുന്ന ജനവിഭാഗങ്ങളാണ്, ഭിന്ന കൾച്ചറുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പല നാടുകളിലേക്ക് പെർസിക്യൂഷന്റെ മറ്റു ഭാഗമായിട്ട് ചെതറപ്പെട്ടു പോയ ആളുകൾ ദേശരാഷ്ട്ര സങ്കല്പത്തിൽ അവരുടെ എന്താ പറയുക ഗതകാല സ്മരണകളെ ഒരു വയലന്റ് നേച്ചറിൽ ദേശീയതയുടെ ഫ്രെയിംവർക്കിൽ എൻവിഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നതാണല്ലോ ഇസ്രായേലിന്റെ ഇന്നത്തെ ദേശീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ബിബ്ലിക്കലി ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന് വെളിച്ചം നൽകാനായിട്ട് അയക്കപ്പെട്ടവരുടെ സമൂഹമാണ്. അപ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ബിബ്ലിക് സംഗതിക്കകത്ത് ഞാനും സുനിതയും എല്ലാവരും പെടും. നമുക്ക് മറ്റുള്ളവരുടെ അപരന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ആ തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ വരും. അതൊരു ജോഗ്രഫിക്കൽ ടെർമിനോളജി അല്ല, അത് ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ ടെർമിനോളജി അല്ല, അതൊരു വംശീയ ടെർമിനോളജി അല്ല. കാരണം ദർശനമാണത്. ആ ദർശനത്തിൽ എല്ലാ മനുഷ്യരും വരും. ഇനി അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന ലോകമെമ്പാടും ക്രിസ്തുമതം വ്യാപിച്ചത്? അത് അവിടെ ഇസ്രായേലികൾ മാത്രമല്ലല്ലോ ഉള്ളത്, എല്ലാ വിഭാഗങ്ങളിലും ക്രിസ്തുമതം വ്യാപിച്ചില്ലേ? അപ്പോൾ ക്രിസ്തുമതം ഒരു ദർശനമാണ്. എന്നാൽ ഈ സയണിസം നോക്കൂ, ഈ സയനിസ്റ്റുകളെല്ലാം എന്റെ കണക്കുകൾ നോക്കണം, എനിക്ക് തോന്നുന്നത് മൈനോറിറ്റിയാണ് ക്രൈസ്തവർ ഇസ്രായേലിൽ, ഇല്ലേ? ഈ ക്രിസ്ത്യാനികൾക്കെതിരെ പോലും സയനിസ്റ്റുകൾ ആക്രമണം നടത്തുന്നുണ്ട്. ഇവർ ഈ പിന്തുണയ്ക്കുന്ന സയനിസ്റ്റ് ആക്രമണം നടത്തുന്നു കഴിഞ്ഞാൽ മറവ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, പറ്റാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അതായത് ഹിന്ദു മതവും, നമുക്കിവിടെ അറിയാലോ, ഇവിടെ ഹിന്ദു മതത്തിന്റെ ഒരുപാട് ഫിലോസഫികളും ശ്രീനാരായണ ഗുരുവിന്റെയും നടരാജ ഗുരുവിന്റെയും എല്ലാം ഫിലോസഫികൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇതാണോ സംഘപരിവാറിന്റെ ദർശനം? എന്ന് പറഞ്ഞതുപോലെ ഏത് മതത്തിന്റെയും ദർശനങ്ങളെയും പ്രയോഗങ്ങളെയും ഈ പറയുന്ന ആക്രമണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ഇപ്പൊ ഇതിലെ നമുക്കറിയാലോ, ക്രിസ്തുമതം തന്നെ അങ്ങനെ ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി, ഹിംസയ്ക്ക് വേണ്ടി, അപരമത വിദ്വേഷത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നരേറ്റീവാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലും ഇന്ത്യയിലെയും ഇസ്രായേൽ അനുകൂലികൾ നൽകുന്നത്. ഇപ്പൊ ഞാൻ അനുബന്ധമായിട്ട് പറയട്ടെ, ഇന്ന് നമ്മുടെ പെന്തക്കോസ് ഉൾപ്പെടെയുള്ള സ്വതന്ത്ര പാസ്റ്റർമാര് അതുപോലെയുള്ള സുവിശേഷകരെല്ലാം വില്ലേജുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ സംഘപരിവാറിന്റെയും ബജറംഗിന്റെയും അടി മേടിച്ചു കൂട്ടുന്ന ആളുകൾ പോലും ഈ സയനിസ്റ്റുകളെയാണ് പ്രസംഗിക്കുന്നുള്ളതാണ് അതിന്റെ കോൺട്രഡിക്ഷൻ. ഇവര് നിർമ്മിച്ചു കൊടുക്കുന്ന സുവിശേഷത്തിന്റെ ലോജിക്കിൽ നിന്ന് തന്നെ ഇവർ അടി തിരിച്ചു മേടിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? ഇവരറിയുന്നില്ല, ഇവര് തന്നെ അടിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം ഇട്ട് കൊടുത്തിട്ട് അടി എരന്ന് മേടിക്കുകയാണ്. കാരണം ഈ സയനിസം തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത് ഹിന്ദുത്വ ശക്തികളുടെ സ്വാഭാവികമായിട്ടുള്ള കൂട്ടാളി ആരാ? സയനിസ്റ്റുകളല്ലയോ? അമേരിക്കൻ ക്രിസ്ത്യൻ ഇസ്രായേൽ നെക്സസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫോറം തന്നെയുണ്ട്. സ്വന്തയ്ക്ക് അല്പം കൂടെ അറിയാമല്ലോ. ഇപ്പം ട്രംപിനെ നിലനിർത്തി വിജയിപ്പിക്കുന്നതിനകത്ത് നിർണായക പങ്ക് വഹിച്ചവരായിരുന്നു അവിടുത്തെ ക്രിസ്ത്യൻ കൺസർവേറ്റീവുകളാണ്. അവരുടെ ഒരു നെക്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഈ സുവിശേഷ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള കൺസെൻസസ് രൂപീകരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, ഈ സയനിസത്തെ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് വളരെ ഭയങ്കരമായിട്ടൊരു ഗ്ലോബൽ സിനാരിയോയിൽ ഈ പ്രവർത്തനം വരുന്നുണ്ട്. എന്നാൽ സത്യസന്ധരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഈ പാസ്റ്റർമാരും അതുപോലെ സുവിശേഷ പ്രവർത്തകരും അവര് വിശ്വസിക്കുന്നത് നീതിയുള്ള ഒരു ഇസ്രായേലിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന്റെ സ്വാഭാവികമായ ബെനിഫിഷ്യറീസ് സയനിസ്റ്റുകളും
അതുപോലെ ഇന്ത്യയിലെ ഹിന്ദുത്വ ദേശീയവാദികളുമാണെന്നുള്ളത് അവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനവും കൂടെ ഈ ഒരു സന്ദർഭത്തിൽ, അപകടകരമായ സന്ദർഭത്തിൽ ഈ മിഷണറിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ് അടുത്ത കാലത്തായിട്ട് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഒരു മാധ്യമ വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കാണാം. 2024 മാത്രം 800-ലധികം ആക്രമണങ്ങളാണ് ലിസ്റ്റ് കണക്കിൽ കാണുന്നത്. ചിലപ്പോൾ കണക്ക് അല്ലാത്ത റിയൽ അടി കിട്ടിയതൊക്കെ ഇതിൽ കൂടുതൽ കാണുമായിരിക്കും. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ അടി കിട്ടുന്നതും ആക്രമിക്കപ്പെടുന്നതും വളരെ കൂടുതലാണ്. ഇതിൽ നല്ലൊരു പങ്കും പ്രൊട്ടസ്റ്റന്റ് സ്വതന്ത്ര പെന്തക്കോസ്ത് സഭകൾക്കൊക്കെ നേരെയാണ്. കേരളത്തിൽ ഒരു 2 ലക്ഷത്തിലധികം പെന്തക്കോസ്തരാണോ മധ്യ തിരുവിതാംകൂറിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എന്നിട്ടും രാഷ്ട്രീയക്കാരോ മറ്റ് ക്രിസ്ത്യാനികളോ ഒന്നും ഇവർക്ക് അടി കിട്ടുമ്പോഴോ ഒന്നും ജയിലിൽ പോകുമ്പോഴോ പിടിച്ചുകൊണ്ട് പോകുമ്പോഴോ ഒന്നും പ്രതികരിക്കുന്നതൊന്നും കാണുന്നുമില്ല. ഇവർ ഒരു രാഷ്ട്രീയ ശക്തിയൊക്കെ തന്നെയായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ കത്തോലിക്ക കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുന്ന പോലത്തെ ഒരു ബഹളം ഇവരാരും അറസ്റ്റിലാവുമ്പോഴും ജയിലിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ കുറച്ച് മുമ്പാണല്ലോ ജയിലിൽ പോയത്. നമ്മളതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആദ്യം സംസാരിച്ചോ പറഞ്ഞു വന്നു. എങ്കിലും ഈ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടൊരു കൺക്ലൂഷൻ. അതെ, ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്ത് സഭകളും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസം, കത്തോലിക്ക സഭ ഒരു സിംഗിൾ ചർച്ചാണ്. ഇപ്പൊ CBCI എന്ന് പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞൊരു ഒറ്റ സഭയാണ്. അത് പേപ്പസിയുടെ കീഴിൽ വരുന്ന ഇന്ത്യയിൽ. അപ്പൊ അതിനകത്ത് പല റൈറ്റ്സുകളും ഉണ്ട്. ഈ റോമൻ കാത്തലിക് അതുപോലുള്ള പല ഇതുകളും ഉണ്ടെങ്കിൽ അതൊരു ഒറ്റ എൻറ്റിറ്റിയാണ്. ഒരു ഹൈറാർക്കിയുടെ കീഴിൽ വരുന്നതാണ്. ഇപ്പൊ CBCIയുടെ നമ്മുടെ ഡൽഹി ഓഫീസ്, അല്ലെങ്കിൽ അതിന്റെ KCBC തമിഴ്നാട്ടിൽ, അതുപോലെ ബിഷപ്പ് കോൺഫറൻസ്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകള് അനേകം വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിൽ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഒരു സഭയാണ്. മെത്തഡിസ്റ്റുകൾ, അതല്ലെങ്കിൽ ലൂഥറൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള സഭകളിലാണ് ക്രൈസ്തവർ വിന്യസിച്ചിരിക്കുന്നത്. അത് ഈ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് വാസ്തവത്തിൽ CBCI പോലെയുള്ള ഒരു സംഘടനയല്ല. അത് വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഒരു പൊതുവേദിയാണ്. എന്നാൽ CBCI എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, അത് ഒറ്റ സംഘടനയാണ്, അതൊരു സിംഗിൾ ചർച്ചാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ചില ജയ്പൂർ ഇവാഞ്ചലിക്കൽ ചർച്ച്, ഒഡീഷയിലുള്ള ജയ്പൂർ ഇവാഞ്ചലിക്കൽ സംഘം വളരെ മൈനോറിറ്റി ആയിട്ടുള്ള സഭയാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോലും അറിയത്തില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നാൽ ഇന്ത്യയിലെ കത്തോലിക്ക വിഭാഗത്തിന് നേരെ വരുന്ന ഏതെങ്കിലും ഒരു സംഗതി അത് ഉടനെ അലേർട്ട് ചെയ്യും. അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലും ഉണ്ട്. അത് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും എല്ലാം ഉണ്ട്. അത് പെട്ടെന്ന് വരികയും അതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആയിട്ട് വരും. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളെ സംബന്ധിച്ചിടത്തോളം അവര് റീജിയണലാണ്, പലതും റീജിയണൽ. ഇപ്പൊ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ നോർത്തിലെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് റീജിയണൽ, ആഭ്യന്തരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളുമാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. അസംഘടിതരാണ്. എന്നാൽ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് പോലെയുള്ള എക്യുമെനിക്കൽ ഫോറങ്ങൾക്ക് അവരുടെ ആഭ്യന്തര ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് പറ്റത്തില്ല. പൊതുവായിട്ടുള്ള പോളിസികൾ പറയാനായിട്ടേ പറ്റുകയുള്ളൂ. എന്നാൽ അതല്ല, അവർക്ക് അവരുടെ ഒരു ഓർഡർ അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് അവരുടെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യും. പെന്തക്കോസ്ത് സഭകൾ അതിലും പ്രയാസകരമാണ് അവരുടെ വിന്യാസം എന്ന് പറയുന്നത്. കാരണം 5-10 കുടുംബങ്ങൾ ഉള്ള സഭകൾ തൊട്ട് ഒരു സംസ്ഥാനത്തിനെ മുഴുവൻ, അത് എന്താ പറയുന്നത്, ഒരു വളരെ ആന്ധ്രയിലൊക്കെ അതുപോലെയുള്ള വലിയ വിശ്വാസ സമൂഹങ്ങളുണ്ട്. എന്നാൽ അവർ സംഘടിതരല്ല. കാരണം ഏതെങ്കിലും, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇവാഞ്ചലിക്കൽ എന്തെങ്കിലും സുവിശേഷ പ്രവർത്തകർ ഏതെങ്കിലും പട്ടണത്തിൽ വന്ന് ഒരു ടെന്റ് ഒക്കെ അടിച്ചിട്ട് മാസങ്ങളോളം സുവിശേഷം നടത്തുന്ന കാര്യങ്ങൾ ഇന്ന് നോർത്ത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുപോലെ വന്ന് അവർ ഒരു ടെന്റ് ഒക്കെ അടിച്ച്, അല്ലെങ്കിൽ അവർ ഓൺലൈൻ വർഷിപ്പ് ഒക്കെ നടത്തി ഒരു പള്ളിയിൽ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് പോകും. പക്ഷെ ജനങ്ങൾ അവരുടെ യാഥാർത്ഥ്യത്തിലോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഈ സഭകൾക്ക് അതിനെ പിന്തുടരാൻ പറ്റത്തില്ല. ഈ പ്രസംഗം കേട്ടിട്ട് തിരിച്ചു പോകുന്നതിനാണല്ലോ അടി കൊള്ളുന്നു. അടി പോയിട്ട് അവൻ പരാതി പറയാൻ നേരത്തെ ആ ടെന്റ് അവിടെ കാണുന്നില്ല. പിന്നെ അടുത്ത ഞായറാഴ്ച ചെല്ലണം, അല്ലെങ്കിൽ പാസ്റ്റർ ഗൾഫിലെ ന്യൂയോർക്കിലെ ടോക്ക് കഴിഞ്ഞ് വരണം. അപ്പോൾ അവർ ആ നിലയിൽ ഒരു സംഘടിതമായിട്ട് അനുദിന ജീവിതത്തെ ഫോളോ ചെയ്യാനായിട്ട് പല പെന്തക്കോസ്ത് സഭകൾക്ക് ഈ അടുത്ത ഇടയിലാണല്ലോ സെക്കൻഡറാബാദിലോ മറ്റോ ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു, ഒരു പള്ളി തന്നെ പൊളിച്ചു കളയുന്ന നിലയിലോട്ട് പോയി. അത് മറ്റേ ഒരു സഭ കേസ് കൊടുത്ത് ഒരു പള്ളി തന്നെ പൊളിച്ചുകൊണ്ട് പോയി. നമ്മൾ അനേകം വീഡിയോകൾ കാണുന്നതാണല്ലോ. ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഹിന്ദുത്വ ആളുകൾ വന്നിട്ട് പള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്ന അനേകം വീഡിയോകൾ വരും. അപ്പോൾ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അനുദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളും ക്രൈസ്തവ ഈ പറയുന്ന പെന്തക്കോസ് സഭകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഈ സംഘടനാപരമായിട്ടുള്ള അതിന്റെ ഒരു യോജിപ്പ് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപക്ഷെ അവര് വയലൻസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഈ മതപരിവർത്തന ആരോപണം നേരിടുമ്പോൾ അത് കത്തോലിക്ക സഭയാണെങ്കിലും പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിലും പെന്തക്കോസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ അവര് അപമാനിക്കുന്നത് ആക്രമിക്കുന്നത് സ്ത്രീകളെയാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന്റെ പ്രത്യേകിച്ച് കന്യാസ്ത്രീമാർ അവരെ ബലാത്സംഗം ചെയ്യുക, അവരെ ആക്രമിക്കുക, അവരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യുക, അത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ. കാരണം അത് ഇന്നത്തെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇതുവഴി ആദ്യമേ അതിന്റെ വസ്തുത പുറത്തു വരും, പിന്നീട് അത് അവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അതൊരു വലിയ ഒരു എന്താ പറയുന്ന ഒരു അവഹേളനമായി അപമതിപ്പായിട്ട് പ്രചരിപ്പിക്കുന്ന വളരെ ഒരു പൊളിറ്റിക്കൽ സ്കീമും കൂടെ ഉണ്ട്. അപ്പോൾ അത് അനുദിന ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അതായത് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഇതുപോലെയുള്ള നമ്മൾ ആദ്യം സൂചിപ്പിച്ചില്ല, ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള വില്ലേജുകളിൽ താമസിക്കുന്ന അതിസാധാരണക്കാരായ ആളുകളാണ്. അവര് നേരിടുന്ന ഇപ്പോൾ യുഎന്റെ വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മൈനോറിറ്റിയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അറിയാം അവർ നേരിടുന്ന ആക്രമണത്തിന്റെ വർധനവ് എല്ലാം തന്നെ. ഇനി കേരളത്തിലേക്ക് വന്നാൽ സ്ഥിതി വ്യത്യസ്തമല്ല. കേരളത്തില് ഇടത് വലത് വ്യത്യാസമില്ലാതെ ഒരു ക്രൈസ്തവരെ പറ്റി ഒരു സീറോ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയാണെന്നുള്ള ഒരു തോന്നല് പൊതുസമൂഹത്തിൽ പ്രബലമാണ്. അല്ലെങ്കിൽ ചില ഏരിയയിൽ പെരുമ്പാവൂർ പുറമൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതുപ്പള്ളി വരുമ്പോൾ അത് ഓർത്തഡോക്സ് ജാക്കോ അങ്ങനെ തന്നെ നമ്മൾ സീറ്റുകൾ വിഭജിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റത്തെ അസംബന്ധമായിട്ടുള്ള ഒരു ജനവിതരണത്തെ സംബന്ധിച്ചുള്ള ധാരണയാണ്. ഇപ്പൊ ഞാൻ പ്രദാനം ചെയ്യുന്ന CSI മധ്യ കേരള മഹ CSIക്ക് 6 ഡയോസിസ് കേരളത്തിലുണ്ട്. അപ്പൊ അതിനകത്ത് മധ്യ കേരള മഹയിടവയ്ക്ക് ഏകദേശം മധ്യ തിരുവിതാംകൂറിൽ 25ഓളം മണ്ഡലങ്ങളിൽ പ്രസൻസ് ഉണ്ട്. ഡിസൈസീവ് ആണ് അതിനകത്ത്. പക്ഷെ അവർക്ക് ഒട്ട MLA ഇല്ല. ഈ വോട്ടുകൾ അങ്ങോട്ടാ പോകുന്നത്. ഈ വോട്ടും മേടിക്കാൻ ചിലർ പോകുന്നത് കത്തോലിക്ക അരമനയിലോട്ടോ അല്ലെങ്കിൽ മറ്റേ അരമനകളിലോട്ടോ. തീർച്ചയായും അത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് അത് മിഷണറി സഭ, ഓർത്തഡോക്സ് യാക്കോബൈറ്റും ഒക്കെ നന്നായി ബാർഗെയിൻ ചെയ്യാണല്ലോ രാഷ്ട്രീയക്കാരുമായിട്ട്. അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്. അത് സഭയായിട്ടല്ല ബാർഗെയിൻ ചെയ്യുന്നത്, സാമുദായികമായിട്ടാണ് ബാർഗെയിൻ ചെയ്യുന്നത്. അതാണ് ഞാൻ സുനിത ആദ്യം പറഞ്ഞത്. ഈ സഭയ്ക്കകത്ത് തന്നെ ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ നമ്മുടെ ആമുഖം എന്തായിരുന്നു? കേരളത്തിൽ 19% ക്രൈസ്തവരുണ്ടെന്നാണ് പറഞ്ഞത്. ഈ 19% ക്രൈസ്തവർ ഒരു സമുദായത്തിൽപ്പെട്ടവരാണോ? അല്ല. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 3% ലാറ്റിൻ ക്രൈസ്തവരുണ്ട്, ഇല്ലേ? അപ്പോൾ ബാക്കി 19ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ അതിനുള്ള ബാക്കിയില്ലേ? ഇതിനകത്ത് ട്രൈബൽ ക്രൈസ്തവരുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇടുക്കി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ മേലുകാവ് കേന്ദ്രീകരിച്ച് ട്രൈബൽസിന് തന്നെ ഒരു ഡയോസിസ് ഉണ്ട്, CSI ഈസ്റ്റ് കേരള ഡയോസിസ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്ത് നാടാർ വിഭാഗത്തിനുള്ള SIUC നാടാർ വിഭാഗത്തിനുള്ള ഡയോസിസ്, അവർക്ക് മേൽക്കൈയുള്ള ഡയോസിസ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ എല്ലാ ഡയോസിസുകളും സഭകളും രൂപീകരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ജാതിയുടെ ഒന്നിച്ചു നിന്ന സംഘപരിവാറിന്റെ അടികൊള്ളാൻ അതെ. അപ്പോൾ ഈ സാമുദായിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് പൊളിറ്റിക്കൽ ബാർഗൈനിങ് നടക്കുന്നത്. പറഞ്ഞു മനസ്സിലായത്? എന്റെ സമുദായത്തിന് ഇത്ര സീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിന് അപ്പുറമായി ക്രൈസ്തവരുടെ ഐഡന്റിറ്റി, മൈനോറിറ്റിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു യോജിപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാമുദായികമായിട്ടുള്ള ഓരോ പോക്കറ്റിലും കോൺസ്റ്റിറ്റ്യുവൻസിലും പിറവത്തോ മൂവാറ്റുപുഴയിലോ കോട്ടയത്തോ പുതുപ്പള്ളിയിലോ കുട്ടനാട് തിരുവല്ല ചെങ്ങന്നൂർ സാമുദായികത്തിന്റെ ആളുകളെ മത്സരിപ്പിച്ച് സാമുദായിക ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സഭകൾ നിൽക്കുന്നത്. ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഒക്കെ അതിനെ എതിർക്കുന്ന ഒരു പൊസിഷനായിട്ടുള്ളത്. അപ്പം ഇനി ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ മൈനോറിറ്റി റൈറ്റ് അല്ലല്ലോ കേട്ടോ ആദ്യമേ അവർക്ക് ഉന്നയിക്കുന്ന പ്രശ്നം. അത് എനിക്കിട്ട് അടി കൊള്ളുന്നത് എന്റെ രണ്ടാമത്തെ പ്രശ്നമാണ്. എന്നാൽ അവരിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ മൈനോറിറ്റിക്ക് അടി ശരിക്കും കൊള്ളേണ്ടത്. ക്രൈസ്തവൻ അടി കൊള്ളേണ്ടത് അപരന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് അടി കൊള്ളേണ്ടത്. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും, അതാണല്ലോ യേശു ക്രിസ്തു ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയല്ലേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ എല്ലാവർക്കും അടികൊള്ളുന്നത് അവരെല്ലാം കൊള്ളുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിനും പോയിട്ടല്ല. അല്ലാതെ ഇപ്പോ യാക്കോബൈറ്റും ഓർത്തഡോക്സും തമ്മിൽ പള്ളിത്തർക്കം നടത്തിയതിന്റെ പേരിലൊന്നും അല്ലല്ലോ അവിടെ പോയിട്ട് അവര് പിന്നെ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തില് ഇപ്പം നമ്മുടെ ബിഷപ്പ് റൊമീറോ, ലാറ്റിൻ അമേരിക്കയിലെ ബിഷപ്പ് റൊമീറോ അൾത്താരയിലാണ് വെടിയേറ്റ് മരിച്ചത്. അവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലെ കർഷക തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി പോരാടി ലിബറേഷൻ തിയോളജിയുടെ ഒരു ഹിസ്റ്ററി അതാണല്ലോ പറയുന്നത്. അൾത്താരയിൽ വെടിയേറ്റ് മരിക്കുകയാണ് ഫാദർ ആന്റണി മുർമു.
അവിടെ ഛത്തീസ്ഗഡിലെ വെടിയേറ്റ് മരിച്ചു ഖനിത്തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്യണം. ഫാദർ സ്റ്റാൻ സ്വാമി അല്ലെങ്കിൽ ഫാദർ ടോം കോച്ചേരി നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ നാഷണൽ ഫിഷർമെൻ ഫെഡറേഷനെയൊക്കെ സ്ഥാപിച്ച കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഉണ്ട്. അവരൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഉം. അവമതിപ്പ് നേരിട്ടിട്ടുണ്ട്. ഇപ്പോ കേരളത്തിൽ പറഞ്ഞല്ലോ ക്രൈസ്തവ സംഘടന എന്ന് പറഞ്ഞാൽ കത്തോലിക്കരാണെന്നൊരു പൊതുവിശ്വാസം ഉണ്ടെന്ന്. അത് ശരിക്കും ഉണ്ട്. അവരുടെ ശബ്ദം കുറച്ചുകൂടെ ഉയർന്നതുമാണ്. ഇപ്പൊ അൾത്താരയിലൊന്നും വെടിയേറ്റ് വീഴാനൊന്നും ഇവിടുത്തെ പിന്നെ പുരോഹിതർക്ക് കഴിഞ്ഞില്ലെങ്കിലും EDയെയും CBIയെയും NIA ഒക്കെ പേടിച്ചുകൊണ്ട് അവര് സംഘപരിവാറിന് വലിയ സപ്പോർട്ട് കൊടുക്കുകയും ഇസ്ലാമോഫോബിയയ്ക്ക് നേതൃത്വം നൽകുകയും ലവ് ജിഹാദ് പോലത്തെ ഇല്ലാത്ത ആരോപണങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ ഒരു മതേതര മനസാക്ഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ്. ഇത് ഒരു കേരളത്തിന്റെ ഭാവിയെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? ഇത് എത്ര വലിയൊരു വിഷയമാണ്? നമ്മളൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇതിന് പരിഹാരം എന്താണ്? ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, ആളുകൾ മതമാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ മതേതരമായിട്ടുള്ള മൂല്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ ആണ് ഏറ്റവും അടിസ്ഥാന പ്രമാണം. രണ്ട്, അവരവരുടെ മതവിശ്വാസങ്ങളും രാഷ്ട്രീയ വിശ്വാസങ്ങളെയും ഗൗരവപൂർവ്വം വായിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം ഇനിയെങ്കിലും ഉണ്ടാകണം. ഞാനത് ഇടത് വലത് മുന്നണികളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. പലപ്പോഴും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും മുൻകാലങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന വിഭാഗമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം. സാക്ഷാൽ EMS പോലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദരിദ്ര നാരായണന്മാരെ സേവിക്കുന്ന കാര്യത്തിൽ ഞങ്ങളും ക്രൈസ്തവ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒരു ധാരയിലാണ്. ആശയപരമായിട്ട് ദൈവത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങളും അല്ലെങ്കിൽ നിലപാടുകൾ വ്യത്യാസമായി, എന്നാൽ ദരിദ്ര നാരായണന്മാരെ സേവിക്കുന്ന കാര്യത്തിൽ നമുക്ക് പൊതുവായ ഒരു നിലപാടുണ്ട്. EMS അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതിയിൽ തന്നെ അടയാളപ്പെടുത്തി. അങ്ങനെ ഒരു കേരളം നമുക്കുണ്ടായിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ, സർസിപിക്കെതിരെ ഒരുമിച്ച് നിന്ന ഒരു കേരളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ മതമേലധ്യക്ഷന്മാരുടെയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിഷപ്പുമാരുടേതല്ല സഭ. ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ളൂ, എക്ലേസിയ എന്ന് പറയുന്ന വാക്ക് ഉണ്ട്. അത് ജനങ്ങളാണ്. ആ ജനങ്ങളിനകത്ത് സ്ത്രീകളുണ്ട്, അതുപോലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുണ്ട്, ദലിതരുണ്ട്, ആദിവാസികളുണ്ട്, എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ട്. എക്ലേസിയ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയ ആണ്. രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഈ ജനതകളെ എല്ലാം പോയി കാണുകയും സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായിട്ട് അഭിസംബോധന ചെയ്യുകയും ചെയ്യും. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് മതമേലധ്യക്ഷന്മാരെ പോയി കണ്ട് അവരിൽ നിന്ന് വോട്ട് മേടിക്കാം എന്നുള്ളൊരു തെറ്റായ ധാരണ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുത്വ ശക്തികൾക്ക് വേരോട്ടം കൊടുത്തത് നമ്മുടെ ഈ രാഷ്ട്രീയ അസംബന്ധത്തിൽ നിന്ന്. നമ്മളാണ് ഇവർക്ക് മേൽക്കൈ കൊടുത്തത്. നിങ്ങൾക്ക് എന്നോട് ഒന്ന് സൂചിപ്പിക്കാമോ, ഏതെങ്കിലും മെത്രാൻ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒരു സഭാംഗത്തെ കാണിച്ചു തരാം. കമ്മിറ്റിക്കാർ കാണും, അയാളുടെ തൊഴിലാളികൾ കാണും. കേരളത്തിൽ ഒരു സഭയിലെ മെത്രാൻ പറഞ്ഞാൽ പോലും ആ രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾ അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ വിശ്വാസികളുടെ എന്താ പറയുന്നത് ബുദ്ധിയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. അങ്ങനെയല്ല. ഈ എല്ലാം നല്ല ചിന്തയോടുകൂടി ഈ രാഷ്ട്രീയത്തെ കാണുകയും നന്മയെ അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിലും ചില മേഖലകളിലൊക്കെ ഉണ്ടെങ്കിലും ക്രിസംഖികൾക്ക് വേരോട്ടം കിട്ടാത്തതിന്റെ കാരണം അതാണ്. കാരണം വളരെ ദീർഘവർഷങ്ങളായി പതിറ്റാണ്ടുകളായി പങ്കുവെക്കലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും കരുതലിന്റെയും ഒരു സുവിശേഷമാണല്ലോ ക്രൈസ്തവർ കേൾക്കുന്നത് പുൾപ്പറ്റിൽ നിന്ന്, സൺഡേ സ്കൂൾ തൊട്ട്. അവർക്ക് എങ്ങനെ അപരമത വിദ്വേഷം കാണും? ചില പഞ്ചായത്തിലുള്ള പ്രദേശത്തോ തന്നെ മുസ്ലിങ്ങളില്ല, പക്ഷെ അവരുടെ ശത്രുക്കളായിട്ട് മുസ്ലിങ്ങൾ മാറുകയാണ്. ഇപ്പം എനിക്കറിയാം, ക്രിസ്ത്യൻ പ്രസന്റ് വളരെയധികം ഉള്ള ഒരു പ്രദേശമാണ് മലപ്പുറത്ത് എടക്കര എന്ന് പറയുന്ന സ്ഥലം. അവിടെ CSIക്കാരും മാർത്തോമക്കാരും എല്ലാം വളരെ ധാരാളമുണ്ട്. അവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സഹവർത്തിത്തോടു കൂടി സ്ഥാപിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറത്തെ പല സ്ഥലങ്ങളും. അവിടെ ഈ പ്രശ്നമില്ല. എന്നാൽ അധികം മുസ്ലിം പ്രസൻസ് ഇല്ലാത്ത പല മേഖലകളിലും ഈ ഇസ്ലാമോഫോബിയ, അതായത് അപരിചിതത്വത്തെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ഭീതി ഉണ്ടാക്കുക. പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലാത്ത ആളെ പറ്റിയിട്ട് ഭീതി നിറഞ്ഞ ചിത്രങ്ങള് സൃഷ്ടിച്ചുകൊണ്ട് അപരമത വിശ്വാസം ഉണ്ടാക്കും. എന്നാൽ ജനങ്ങള് തമ്മിലുള്ള സന്ദർശനങ്ങൾ നമുക്കില്ലാതെ പോയിരിക്കുന്നു. അപ്പോൾ ഈ ഇടക്കാലത്ത് അറിയാമല്ലോ, ഈ മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട നന്നായിട്ട് മുസ്ലിങ്ങളില്ലേ? ഈരാറ്റുപേട്ടയിലൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ. എന്നിട്ടും അവിടെ വർഗീയ വിഷം ചീട്ടിലാണ് ആ പ്രദേശത്ത് നടക്കുന്നത്. അതെ,
അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മതമില്ലാത്തവരാവട്ടെ മതമുള്ളവരാവട്ടെ രാഷ്ട്രീയ വിശ്വാസികളാവട്ടെ, നമ്മളെ എല്ലാം നിലനിർത്തുന്നത് നമ്മുടെ മാത്രമല്ല, മറ്റുള്ള അപരരുടെ സൗഖ്യത്തെയും കൂടെ നമ്മൾ മുൻനിർത്തിയാണ് നമ്മുടെ ദർശനങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ക്രൈസ്തവനാണെങ്കിൽ, ഒരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ, നിങ്ങളുടെ ഒന്നാമത്തെ കൺസേൺ അപരരാണ്. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷത്തിന് ഇന്ത്യയിൽ അടികൊള്ളണമെന്നുണ്ടെങ്കിൽ അത് അപരന് വേണ്ടി നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷമാരാ മെത്രാന്മാരാണ്? അല്ലല്ലോ. അവന് വേണ്ടിയിട്ട് അടികൊള്ളുന്നവരാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. അത് റിലീജിയസ് ആയിട്ട് നിങ്ങൾ എടുത്ത് അതിന്റെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും അല്ലേ, ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കാം. പക്ഷേ ഒരു സ്വന്തം ജനവിഭാഗത്തെ, അത് നോർത്ത് ഇന്ത്യയിലാവട്ടെ കേരളത്തിലാവട്ടെ, സ്വന്തം ജനവിഭാഗത്തെ അതിഭീകരമായ വംശഹത്യയിലേക്ക് തള്ളിവിടുന്ന വഴിയൊരുക്കലാണ് ഈ നടക്കുന്നത്. അതിഭീകരമായ വംശഗതിയിലേക്ക്. അവിടെ കേരളത്തിലെ മതേതര വിശ്വാസികള്, ജനാധിപത്യ വിശ്വാസികള്, മതത്തിനും ജാതിക്കും അതീതമായ സന്ദർശനങ്ങൾ ഉണ്ടാവണം. നേരിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അന്വേഷിച്ച് വിദ്വാൻമാര് ചെന്നത് എവിടെയാണ്? അവര് അന്വേഷിച്ച് ചെല്ലുന്നത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. വാസ്തവത്തിൽ യേശു ജനിച്ചത് അവിടെ ആയിരുന്നു. ആട്ടിൻ തൊഴുത്തിലല്ലേ ജനിച്ചത്? എന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ വിദ്വാൻമാരെന്തിനാ ഈ അരമനകൾ തേടി പോകുന്നത്? അവർക്ക് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ കാണണമെന്നുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ശരിക്കുള്ള വിശ്വാസത്തെ കാണണമെന്നുണ്ടെങ്കിൽ അത് അരമനകളിലല്ല പോകേണ്ടത്. ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ സാമുദായികമായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇനി കത്തോലിക്ക സഭ സുനിത ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ പകുതി ശതമാനം, ഈ കത്തോലിക്ക സഭയിൽ തന്നെ ആരാണ് ഭൂരിപക്ഷം? കത്തോലിക്ക വിശ്വാസികളുടെ ബഹുഭൂരിപക്ഷം പിന്നോക്ക ദളിത് ക്രൈസ്തവരാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അവരെ ആരാ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ മൈനോറിറ്റി എന്ന പേരിൽ എല്ലാ വിഭാഗം ആളുകളുടെയും തലയെണ്ണി ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരള സമൂഹം. ഇപ്പം എല്ലാ സഭകളിലും, മർത്തോമയാവട്ടെ ഓർത്തഡോക്സ് ജാക്കോബായ സഭകളെല്ലാം തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. ഈ ആക്ച്വലി എന്താണ് ഈ ബ്രാഹ്മണ ബന്ധം, പകലോമറ്റം ബന്ധം? അങ്ങനെ ഒന്നും ഇല്ല. എല്ലാവരും നോക്കൂ, ഒരു 50 വർഷം മുമ്പ് കഷ്ടപ്പാടിലോ സ്വന്തം തലമുറയുടെ കഷ്ടപ്പാടിലൂടെ പീഡനത്തിലൂടെ വന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശത്ത് പ്രവാസികളായി പോയി പണമൊക്കെ ഉണ്ടാക്കി കൃഷിക്കാരായി ഈ നിലം ഉഴുത് അതിനകത്തൊക്കെ വന്ന ആളുകളെ നമ്മുടെ ഈ കേരളത്തിലുള്ളൂ. അവര് അല്പം സൗകര്യങ്ങളൊക്കെ ആകുമ്പോൾ അവര് ഭാവന ചെയ്യുവാണ് അവർക്ക് ഈ ബ്രാഹ്മണ ബന്ധം ഉണ്ടെന്നുള്ളത്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് തെറ്റായ ഒരു ചരിത്രബോധത്തിൽ ഞാൻ അതിനെ ആദ്യമേ സൂചിപ്പിച്ചു. വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിലെ സഭയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഹിന്ദുത്വ വിരുദ്ധ ഫോഴ്സിനെതിരെ ഈ പോരാട്ടങ്ങൾ നടത്തേണ്ടത്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത്, ആദിവാസികളുടെ അവകാശത്തിന് വേണ്ടി, വനാവകാശത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടത് വാസ്തവത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ സഭയാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവര് ഈ പറയുന്ന ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇത്തരം നിലപാടുകൾ ഏതെല്ലാം കാലഘട്ടത്തിൽ സഭ അങ്ങനെ, ഞാൻ അടച്ചാക്ഷേപിക്കുകയാണെന്നുള്ള ഒരു വ്യാഖ്യാനം ഒരിക്കലും പോകരുത്. അവർ വളരെ മൈനോറിറ്റിയാണ്. അതിനെ ആ സഭയിൽ നിന്ന് തന്നെ ചെറുക്കാനായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ട്. നിർഭാഗ്യവശാൽ അത്തരം ആഭ്യന്തര ജനാധിപത്യ മുന്നേറ്റങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോ പരാജയപ്പെടുത്തുന്നിടത്താണ് വാസ്തവത്തിൽ സംഘപരിവാറിന് വേരോട്ടം കൊണ്ടുവരുന്നത്. നിങ്ങൾ ബിഷപ്പ്മാരെ കാണുന്നതിനെതിരല്ല, അച്ഛന്മാരെ കാണുന്നതിനെതിരല്ല, കന്യാസ്ത്രീമാരുമായിട്ട് നിങ്ങൾ ഈ വിഷയങ്ങൾ എതിരല്ല. എന്നാൽ ഇതിനകത്തെ പുരോഗമന ചേരികളുണ്ട്. അത് ഇന്ത്യയിലെ കോൺഗ്രസിനെ പോലെയും ഇടതുപക്ഷത്തെ പോലെയും അല്ലെങ്കിൽ മതേതര ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ഈവൻ മറ്റു മതങ്ങളും പരസ്പരം സന്ദർശിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ആർക്കും തന്നെ ഒരു ഭാവി അനധിവിദൂര കാലത്ത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നില്ല.